ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമൊക്കെ ചെയ്യുന്ന സമയത്ത് കൺസീൽഡ് ഫ്ലഷ് നമുക്ക് ഓപ്പണായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു ഭിത്തി വരുന്ന ഏരിയയിൽ, അതായത് സെപ്പറേറ്റ് ഒരു ഭിത്തി വേണമെന്ന് വിചാരിച്ചാൽ അതിൽ ഉറപ്പിക്കുന്നത് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് ജാഗോറിൻ്റെ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് അതിലേക്ക് വന്നിരിക്കുന്ന 4-5 പൈപ്പ്, ഡ്രൈനേജ് ഔട്ട് പോയിരിക്കുന്നത്, പിന്നെ ബാത്റൂമിൻ്റെ അകത്ത് കുളിക്കുന്ന ഏരിയയിൽ വരുന്നിരിക്കുന്ന ട്രാപ്പ് കാര്യങ്ങളെല്ലാം അവിടെയാണ് വരുന്നത്. നമ്മുടെ മെയിനായിട്ട് വരുന്ന ഡൈവേർട്ടർ സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പൗട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുളിക്കുന്ന ഏരിയ മാറ്റിയതിന് ശേഷം കുറച്ച് സ്ഥലമാണുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു വാൾ കെട്ടിയതിന് ശേഷം, സെപ്പറേറ്റ് ഒരു വാൾ വന്നതിന് ശേഷം അതിലാണ് നമ്മുടെ കൺസീൽഡ് ഫ്ലഷ് ഉറപ്പിക്കുന്നത്. അത് ഫുൾ സെറ്റ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് തൊട്ടുപുറത്ത് ഏരിയയിലാണ് നമ്മൾ ഡ്രസ്സിങ് ഏരിയയിൽ വരുന്ന രീതിയിൽ തന്നെയാണ് ഒരു കോമൺ ബാത്റൂം എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റാൻഡുകൾ, ജാഗോറിൻ്റെ മോഡലാണ് വരുന്നത്. സ്റ്റാൻഡുകൾ നമ്മൾ ആദ്യം തന്നെ കോൺക്രീറ്റിൽ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചിരിക്കുന്നു. ഭിത്തി വരുന്നത് നമ്മൾ 8 ഇഞ്ച് കനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ടൈല് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ CPVCയുടെ പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് എല്ലാ ബാത്റൂമിൻ്റെ അകത്തും എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ഹെൽത്ത് ഹൗസിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിൽ നിന്ന് നേരെ ഒരു വാൽവ് വെച്ചതിന് ശേഷം, കൺസീൽഡ് ഫ്ലഷിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വാൽവ് വെച്ചതിന് ശേഷം നേരെ മുകളിലാണ് ഇതിൻ്റെ ഫ്ലഷിലേക്ക് വരുന്ന കണക്ഷൻസ് വരുന്നത്. ഫ്ലഷിലേക്ക് ഒരു കണക്ഷൻ നമ്മൾ സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. ആ വാൽവ് എന്തിനു വേണ്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്, ഫ്ലഷ് കാര്യങ്ങൾ കംപ്ലയിൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ബാത്റൂം മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഫ്ലഷ് കംപ്ലയിൻ്റ് ആണെങ്കിൽ ആ ഫ്ലഷിലേക്ക് വരുന്ന വാൽവ് മാത്രം നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാത്റൂം മറ്റ് കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു ബാത്റൂം ചെയ്യുന്ന സമയത്ത്, ഇതുപോലെ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ഹൗസിൻ്റെ ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ CPVC, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് എല്ലാം അടിച്ചിരിക്കുന്നത്. കാരണം ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും റിട്ടേൺ കയറി വന്നു കഴിഞ്ഞാൽ, അതായത് ചൂടുവെള്ളം ഒന്ന് റിട്ടേൺ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ PVC ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ PVC കംപ്ലീറ്റ് ഉരുകി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ബാത്റൂമിൻ്റെ അകത്ത് എല്ലാം ചൂടുവെള്ളവും പച്ചവെള്ളവും ഏത് ആണെങ്കിലും നമ്മൾ എല്ലാം തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് CPVC പൈപ്പിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു കാര്യമാണ്. കാരണം പിന്നീട് നമ്മൾ എന്തെങ്കിലും റിസ്ക് കാര്യങ്ങൾ സംഭവിച്ചാൽ, കാരണം ഡൈവേർട്ടർ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റിട്ടേൺ കയറി വന്നാൽ തന്നെ കംപ്ലയിൻ്റ് ആവുന്ന സമയത്തോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന സമയത്ത് റിട്ടേൺ കയറി വന്നാൽ തന്നെ PVC ഉരുകി പോകാനുള്ള ചാൻസും, അതുപോലെ തന്നെ ടൈല് കാര്യങ്ങളൊക്കെ പിന്നീട് പൊളിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. അത് നമുക്ക് മാക്സിമം ഒഴിവാക്കാം. എല്ലാം തന്നെ CPVC കാര്യങ്ങൾ അടിച്ചാൽ മതി. ഇനി ഡൈവേർട്ടർ ഉറപ്പിക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഡൈവേർട്ടറിൻ്റെ ഗ്യാപ്പ് അതായത് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡൈവേർട്ടറിൻ്റെ അവസാനത്തെ പ്ലേറ്റ് ഇടാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കയറി കാണാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ വരുന്നതാണ് ടൈലിൻ്റെ ഫിനിഷിങ് വരുന്നതിന് വേണ്ടിയിട്ടാണ് 8 ഇഞ്ച് വീതിയിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്ന ബോൾട്ട് കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി ഫുൾ സെറ്റായിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് അതിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.